സത്യം പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. വലിയൊരു വിശ്വാസിയുടെ യേശുവിനെ ദൈവം സ്നേഹിച്ച വിശ്വസിച്ച പരിശുദ്ധൻ്റെ കബറടക്കത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ പരിശുദ്ധൻ്റെ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സഭയുടെ പാവനമായ വിശ്വാസം എന്ത് എന്ന് പഠിക്കുവാൻ നാം കാണിക്കുന്ന താല്പര്യവും ആ പരിശുദ്ധനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും ആവുന്നതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സന്ദേഹമായി തോന്നുന്ന കാര്യമാണ്. 2000 വർഷമായി 2000 വർഷം പഴക്കമുള്ള മലയാള സഭ. ഈ 2000 വർഷമായിട്ടും നമ്മൾ ഇന്നും ഓരോ ദിനവും വിശ്വാസ പഠന ക്ലാസ്സുകൾ നമുക്ക് വിശ്വസിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയം, വിശ്വാസ ജീവിതം ആരംഭിച്ചോ എന്നൊരു സംശയം. തീർച്ചയായും വിശ്വാസം എന്ത് എന്ന് പഠിക്കുന്നത് നല്ലതാണ്. എനിക്ക് പലപ്പോഴും അല്പമായി വിശ്വാസത്തിൽ അസ്ഥിരത വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടുന്നത്, സഭയുടെ പിതാക്കന്മാർ രക്തം നൽകി ജീവന് തുല്യം വിശ്വാസത്തെ സംരക്ഷിച്ച് കൈമാറിത്തന്ന ഈ പാവനമായ വിശ്വാസത്തെ വീണ്ടും പലപ്പോഴും സന്ദേഹത്തോടുകൂടി അല്ലെങ്കിൽ വീണ്ടും ചോദ്യചിഹ്നത്തോടുകൂടി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മോട് തന്നെ ചോദിക്കണം, എന്താണ് വിശ്വാസം? എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസി എന്നും ഓർത്തിരിക്കേണ്ടതൊരു വാക്യമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ആധുനിക സമൂഹത്തിൽ പലപ്പോഴും ബുദ്ധിപരമായതൊക്കെ നമ്മൾ വളരെയധികമായി വളരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിപരമായ ചിന്തകളിലൂടെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ, ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ചിന്തകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ദൈവിക രഹസ്യങ്ങളെ? അത് വിശ്വാസമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധൻ 3 ആളത്വം അത് ഒന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ലോജിക്കലി അല്ലെങ്കിൽ തിയോളജിക്കലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അതിനെ നിർവചിക്കുക അത്ര എളുപ്പമായിരിക്കുകയില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് യേശുനാഥൻ ജനിച്ചുവെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇന്നത്തെ ഒരു ശാസ്ത്രത്തിനും അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ കഴിയത്തില്ല. കാരണം അത് ദൈവിക രഹസ്യമാണ്. വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഉപയോഗിക്കുന്നുണ്ട്. ഈ അപ്പവും വീഞ്ഞും നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി ഇതിൻ്റെ രൂപാന്തരത്തെക്കുറിച്ചൊക്കെയും എങ്ങനെ കാട്ടിത്തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിത്തരാനൊന്നും സാധിക്കുകയില്ല. ഇത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ മാത്രമേ ഉള്ളൂ. പിന്നീട് ചരിത്രത്തിലൊന്നും ഒരിക്കലും നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ചോദ്യം അതാണ്, ഈ വിശ്വാസം എന്നുള്ളതിലേക്ക് യഥാർത്ഥമായി വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും വിശ്വാസം എന്നുള്ള ഈ വാക്ക് ഈ പുറമേ ലോകത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ആധുനിക നവീകരണ ലോകത്തിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ അടിസ്ഥാനപരമായ തത്വം അല്ലെ അടിസ്ഥാനപരമായതിൻ്റെ ആശയം എന്തേ എന്നുള്ളത് പലപ്പോഴും മനുഷ്യൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസ പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ബുദ്ധിപരമായ
ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട്, ശാസ്ത്രീയ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ദൈവിക രഹസ്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പൂർണ്ണതയിലേക്ക് വരികയില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് എങ്കിൽ, മൂന്നാമതായി ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം വീണ്ടും റീതിങ്ക് ചെയ്യണം. എന്താ പുനർവിചിന്തനം ചെയ്യേണ്ടുന്നത്? ഈ പാവന സഭയിൽ ജനിച്ചു, ജീവിച്ചു, വളർന്നു, വിശ്വാസത്തിലൂടെ കടന്നു വന്നു, പരിശുദ്ധനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, ആ മഹാപരിശുദ്ധൻ നോമ്പും പ്രാർത്ഥനയും ആരാധനയും എല്ലാം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് പരിശുദ്ധ സന്നിധിയിലേക്ക്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വീണ്ടും പറയുകയാണ്, ആ വിശ്വാസത്തെ ഞങ്ങൾ ഇന്ന് വീണ്ടും ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു സ്വല്പം പ്രശ്നമുണ്ട്. എങ്കിലും പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മെ പഠിപ്പിക്കും, മക്കളെ, ഈ വിശ്വാസ ആചാരങ്ങൾ അനുഗ്രഹീതങ്ങളാണ്. ദൈവിക രഹസ്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എങ്കിലും യഥാർത്ഥമായി അതിനെ ആചരിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹകരമായി തീരുമെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് 1 മണിക്കൂർ സമയമേ ഉള്ളൂ. ഈ സമയത്ത് ഇന്ന് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശിശുസ്നാനം എന്നുള്ളത്. അതിനെക്കുറിച്ച് അല്പമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കാമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ശിശുസ്നാനം എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടേക്ക് വന്ന ഒരു വിശ്വാസ വിപരീത, അല്ലെങ്കിൽ ശിശുസ്നാനം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെതിരായ ഒരു ചിന്താഗതി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്ന് ഇവിടുത്തെ വിശ്വാസ സഭയിൽ വിപരീതത ഉണ്ടാക്കിയ ഒന്നാണ്. പറയുന്നത് ഇതാണ്, ശിശുക്കൾക്ക് സ്നാനം നൽകുവാൻ പാടുള്ളതല്ല. അതിൻ്റെ കാരണം പറയുന്നത് തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുവാനും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുവാനും അവർക്ക് കഴിവില്ല. ഇതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അത് പ്രായമായവർക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. ഇപ്പം വേദപുസ്തകപരമായി അതിനോട് കടക്കുന്നതിന് മുമ്പായി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടുന്നൊരു ആവശ്യമുണ്ട്. എല്ലാവർക്കും മക്കളുള്ളവരാണ്. ഈ മക്കളുള്ളവരൊക്കെയും അവരുടെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവരുടെ മാതാപിതാക്കളെ, ആ കുഞ്ഞിൻ്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അറിഞ്ഞിരുന്നുവോ? ഒരു മാതാവും ഒരു പിതാവും പറയത്തില്ല എൻ്റെ കുഞ്ഞ് ബാല്യത്തിൽ എന്നെ അറിഞ്ഞിരുന്നില്ല എന്ന്. അപ്പോൾ സൃഷ്ടാവിനെ അറിയാൻ സാധിക്കുകയില്ലേ? സ്വന്തം മാതാപിതാക്കളെ ഒരു കുഞ്ഞിന് അറിയാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ സൃഷ്ടാവിനെ, അതിൻ്റെ ദൈവത്തെ, അല്ലെ അവളുടെ ദൈവത്തെ അറിയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് ബുദ്ധിപരമോ അതോ ആത്മീകമോ അതോ ദൈവികമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഈ ഒരു വിശ്വാസ വിപരീതം, അതായത് ശിശുക്കൾ സ്നാനം നൽകിക്കൂടാ, കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെല്ലുന്നതിനെ രക്ഷിക്കപ്പെടത്തുള്ളൂ, അല്ലാത്തവർ രക്ഷിക്കപ്പെടത്തില്ല എന്നൊരു വേദപുസ്തക അടിസ്ഥാനത്തിൽ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ യഥാർത്ഥമായുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും മറ്റ് നവീകരണ സഭകളിലെ പൂർണ്ണമായ വിഭാഗങ്ങളും, അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലിക്കൻ ചർച്ച്, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ലൂതറൻ ചർച്ച്, പ്രസ്ബിറ്റേറിയൻ ചർച്ച്, ഇവരെല്ലാവരും തന്നെ ശിശുസ്നാനം ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ശിശുക്കളെ മാമോദിസ മുക്കി ബാല്യത്തിലെ തന്നെ സഭയുടെ അംഗങ്ങളാക്കുന്നവരാണ്. ഇത് ചെയ്യാതിരിക്കുന്നത് ചെറിയ വിരലിലെണ്ണാവുന്ന 2-3 ഗ്രൂപ്പുകാർ, അതായത് ഈ പെന്തിക്കോസുകാർ, ബാപ്റ്റിസ്റ്റുകാർ, ബ്രദറൻകാർ, ഇങ്ങനെ ചെറിയ ഒരു സമൂഹം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുള്ളൂ. പക്ഷേ അവർ കഴിയുന്നതിൻ്റെ പരമാവധി വിഷം സമൂഹത്തിൽ കലർത്തുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ ഇത് യഥാർത്ഥമായി നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ശിശുസ്നാനം, എന്താണ് പ്രായമുള്ളവരുടെ സ്നാനം എന്നുള്ളതാണ്. ഇത് തമ്മിൽ ഈ ശിശുസ്നാനം മാത്രമേ ഉള്ളൂ, പ്രായമുള്ളവരുടെ സ്നാനമില്ലേ, അതോ പ്രായമുള്ളവരുടെ സ്നാനം മാത്രമേ ഉള്ളൂ, അതോ ശിശുസ്നാനമില്ലേ എന്നുള്ള ചിന്തകളൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ രണ്ടും ഉണ്ട്.
ശിശുക്കളുടെ സ്നാനമുണ്ട്. ശിശുവായിരിക്കുമ്പോൾ ശിശുക്കളുടെ സ്നാനം ചെയ്യും. പ്രായമുള്ള ഒരാൾ സഭയിലേക്ക് ചേരുമ്പോൾ പ്രായമുള്ളവരുടെ സ്നാനവും നമ്മൾ നടത്തുന്നുണ്ട്. പ്രായമുള്ളവരുടെ സ്നാനം നടത്തുമ്പോൾ ആ പ്രായമായ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഏറ്റുപറയുവാനും വിശ്വസിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആരും പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുകയോ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പോലെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ഒന്നും ആവശ്യമില്ല. എന്നാൽ ശിശുവിനെ സഭയിലേക്ക് മാമോദീസ മുക്കുമ്പോൾ സഭയുടെ അംഗമായി തീരണമെങ്കിൽ ചില നിബന്ധനകൾ നമ്മുടെ സഭ ക്രമീകരിക്കുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത്, ഈ മാതാപിതാക്കളിൽ ഈ ശിശുവിൻ്റെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും സഭയിലെ അംഗമായിരിക്കണം. ഒന്നാമത് നമ്മൾ പറയുന്നതാണ്, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും സഭയിലെ അംഗമായിരിക്കണമെന്ന് ഒന്നാമത് പറയുന്നുണ്ട്. രണ്ടാമത്, ഈ മാതാപിതാക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഭയുടെ വിശ്വാസത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളത് ഈ മാതാപിതാക്കൾ സമ്മതിക്കണം. മാമോദിസ വരുന്നവർക്കെല്ലാം കൊടുക്കുകയല്ല. ഏത് കുഞ്ഞിനെ കൊണ്ടുവന്നാലും ഉടനെ മാമോദിസ മുക്കുന്ന രീതിയൊന്നുമില്ല. ശിശുസ്നാനമാണെങ്കിലും പ്രായമുള്ളവരുടെ സ്നാനമാണെങ്കിലും അങ്ങനെ ചെയ്യാറില്ല. രണ്ടാമത് വിശ്വാസത്തോടെ പറയുന്നു, ഞാൻ ഈ കുഞ്ഞിനെ സഭയുടെ പാവനമായ വിശ്വാസത്തിലൂടെ വളർത്തിക്കൊണ്ട് വന്നുകൊള്ളാം. മൂന്നാമത് വീണ്ടും പറയണം, ഈ മാതാപിതാക്കൾക്കൊപ്പം സഭയുടെ പ്രതിനിധിയായി ശിശുവിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് മേൽനോട്ടം കൊടുക്കുവാൻ ഒരു ജാമ്യക്കാരനെ, അതായത് ശിശുവായിരിക്കുമ്പോൾ ആ ശിശുവിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്ന മേൽനോട്ടം കൊടുക്കുവാൻ ഒരു ജാമ്യക്കാരൻ അല്ലെങ്കിൽ മൂന്നാമതൊരാളും കൂടെ, മാതാപിതാക്കളോട് കൂടാതെ മൂന്നാമതൊരാളെയും കൂടി സഭ ഏൽപ്പിക്കുകയാണ് ഈ കുഞ്ഞിനെ ആത്മീകമായി വളർത്തിക്കൊണ്ട് വന്നുകൊള്ളാം. പലപ്പോഴും ഇടവക ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമായത്. കാരണം ഒരു വ്യക്തി മാർത്തോമാ സഭയിൽ നിന്നോ CSI സഭയിൽ നിന്നോ വിവാഹം കഴിക്കും. വിവാഹം കഴിയുമ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടാകും. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മാമോദീസയുടെ സമയം വരും. അപ്പോൾ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ മാതാപിതാക്കൾക്കൊരാഗ്രഹം കാണും, കുഞ്ഞിൻ്റെ തല തൊടണം. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെയോ മാതാപിതാക്കൾ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളല്ല എങ്കിൽ അവർക്ക് തല തൊടാനുള്ള അവസരം കൊടുക്കത്തില്ല. കാരണം കുഞ്ഞിനെ സത്യവിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്നുള്ള ജാമ്യം കുഞ്ഞിന് വേണ്ടി സഭയുടെ മുമ്പാകെ എടുക്കുന്ന ആളാണ് തലതൊട്ടപ്പൻ അല്ല തലതൊട്ടമ്മ. അപ്പോൾ അവർ വിശ്വാസത്തിലെ സഭയുടെ അംഗങ്ങളായിരിക്കണം, അല്ലാതെ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ശിശുസ്നാനത്തിനായി വരുമ്പോൾ, കുഞ്ഞിനെ മാമോദിസ വെക്കും വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായും സഭ നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് ഒന്നാമതായി മാതാപിതാക്കളിൽ ഒരാളെങ്കിലും സഭയുടെ അംഗമായിരിക്കണം. രണ്ടാമതായി ശിശുവിനെ സത്യവിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് സഭയ്ക്ക് നൽകുന്നു. മൂന്നാമതായി ശിശുവിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്ന ആത്മീയ മേൽനോട്ടം കൊടുക്കുവാൻ ഒരു ജാമ്യക്കാരനെ, തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലതൊട്ടമ്മ എന്ന് പറയുന്ന ആളിനെ സഭ മൂന്നാമതായി ഏൽപ്പിക്കുന്നുണ്ട്. ഇനി പ്രായമുള്ളവരുടെ മാമോദീസ നടക്കുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം അറിയാം, പ്രായമുള്ള ഒരാൾക്ക് ഒരിക്കലും ശിശുസ്നാനം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പ്രായമുള്ള ആളാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ആ പ്രായമുള്ള ആളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കണം എന്നൊരിക്കലും പറയത്തില്ല. കുഞ്ഞാണെങ്കിൽ നമ്മൾ പറയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും സഭയുടെ വിശ്വാസത്തിലുള്ള ആളായിരിക്കണം. പക്ഷേ മുതിർന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്നില്ല മാതാപിതാക്കളിൽ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കണം അല്ലെങ്കിൽ സഭയുടെ അംഗമായിരിക്കണമെന്ന് പറയുന്നില്ല. രണ്ടാമതായി നമ്മൾ തല തൊടുന്ന ആളെ അവിടെ നിർബന്ധിക്കുന്നില്ല, തല തൊടുന്ന ആളുടെ ആവശ്യമില്ല. കാരണം വിശ്വാസം ഏറ്റുപറയുവാൻ ഈ വ്യക്തിക്ക് തന്നെ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തലതൊടുന്ന ആളെയും അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഇതാണ് ശിശുക്കളുടെ സ്നാനവും പ്രായമുള്ളവരുടെ സ്നാനവും തമ്മിലുള്ള ഓർത്തഡോക്സ് സഭയിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രായമുള്ളവരുടെ സ്നാനവുമുണ്ട്, ശിശുക്കളുടെ സ്നാനവും സഭയിലുണ്ട്. പക്ഷെ ഇന്ന് നമുക്കൊരു പ്രശ്നം വന്നത്, ഇന്ന് ശിശുക്കളുടെ സ്നാനം മാത്രമേ സഭയിൽ നടക്കുന്നുള്ളൂ, പ്രായമുള്ളവരുടെ സ്നാനം നടക്കുന്നില്ല.
അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എൻ്റെ കാരണക്കാർ. ആദിമസഭയിൽ അനേകർ സഭയിലെ അംഗങ്ങളായി വന്ന് മുതിർന്നവരൊക്കെയും വിശ്വാസം കണ്ട്, വിശ്വാസത്തെക്കാളധികമായി വിശ്വാസ ജീവിതം കണ്ട്, ആദിമസഭയിലെ അംഗങ്ങൾക്ക് ഒരു സാക്ഷ്യമുള്ള ജീവിതമുണ്ടായിരുന്നു. യേശുവിൻ്റെ യഥാർത്ഥമായ സ്നേഹവും യേശുവിനെ യഥാർത്ഥമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിത അനുഭവങ്ങളും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിലൂടെ കടന്നു വരുന്നവരെ കണ്ടിട്ട് അനേകർ സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ സാക്ഷ്യമില്ലായ്മ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ മാത്രമായി സഭയിൽ ചുരുക്കപ്പെട്ടു എന്നുള്ളതാണ്. മുതിർന്നവരാരും ഇന്ന് സഭയിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വിശ്വാസം കണ്ട് ഇവനൊരു ക്രൈസ്തവനാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വനിതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതത്തെ കണ്ടുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരാൻ, അല്ല സഭയിലേക്ക് കടന്നു വരുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നില്ല. പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന സഭയാണ്. പക്ഷേ ആ പീഡനത്തെ സ്നേഹത്തോടുകൂടി സഹിക്കുന്ന വിശ്വാസികളെ കണ്ട് അനേകർ അവരുടെ ക്രൈസ്തവ സ്നേഹം കണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നിരുന്നു. അപ്പോൾ അന്ന് പ്രായമുള്ളവരുടെ സ്നാനവും ഉണ്ടായിരുന്നു, ശിശുക്കളുടെ സ്നാനവും ഉണ്ടായിരുന്നു. ഇന്നും ഇത് രണ്ടുമുണ്ട്. പക്ഷേ പ്രായമുള്ളവർ ആ സഭയിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് പ്രധാനമായും മുതിർന്ന കുഞ്ഞുങ്ങളുടെ സ്നാനം മാത്രമേ സഭയിൽ നടക്കുന്നുള്ളൂ എന്നുള്ള സത്യം തന്നെയാണ്. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത്, ആര് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ശിശുസ്നാനവുമുണ്ട്, മുതിർന്നവരുടെ സ്നാനവും സഭയിൽ ഉണ്ട്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ പോവുകയാണ്. എന്താ കർത്താവ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ഈ സുവിശേഷത്തിൽ പറഞ്ഞൊരു വേദവാക്യമാണല്ലോ ഇന്ന് പലപ്പോഴും നവീകരണക്കാരടുത്ത് ഉപയോഗിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: വിശ്വസിക്കുകയും മാമോദീസ ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിൽ അർഹരാകും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും അല്ലെങ്കിൽ മാമോദീസ ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ ചോദിക്കുന്നത്, കുഞ്ഞിന് വിശ്വസിക്കുവാൻ പ്രായമില്ല, പിന്നെ എങ്ങനെയാണ് വിശ്വസിച്ച് മാമോദീസ ഏൽക്കുവാൻ സാധിക്കുന്നത്? ഇതാ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിനൊരു വലിയ ദൂഷ്യഫലമില്ലേ? എന്താ ഇതിന് പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്? ഒന്നാമത് പ്രശ്നമായിട്ട് വരുന്നത് എന്താ? കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു അർത്ഥം അതിന് വരുന്നുണ്ടല്ലേ. പ്രായമായവർക്ക് മാത്രമേ മാമോദീസയുള്ളൂ, അവർക്ക് മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ലേ? അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, പ്രായമുള്ളവർക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അടുത്തൊരു പ്രശ്നം കൂടി വരും. ദൈവരാജ്യം എന്ന് പറയുന്ന ആർക്ക് മാത്രമാവും? മുതിർന്നവർക്ക് മാത്രമാവും, കുഞ്ഞുങ്ങൾക്കില്ല. അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നാമത് പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമില്ല എന്നൊരു അർത്ഥം അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത് പറയുകയാണ്, അപ്പോൾ രക്ഷയെന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യ അവകാശികളാവുകയാണല്ലോ ഓരോ മാമോദീസയിലൂടെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറയേണ്ടുന്നൊരു സാഹചര്യം വരും. പക്ഷെ ഇവിടെയാണ് ഈ നവീകരണക്കാർ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവ് പഠിപ്പിച്ച വാക്യം നമ്മളൊന്ന് ഓർക്കേണ്ടുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ യേശുവരൻ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലേ? എന്താണ്? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഇത്രയും മാത്രമേ, ആദ്യത്തെ മാത്രമേ ചിലർ പറയത്തുള്ളൂ. അവിടെ രണ്ടാമത്തെ ഭാഗ്യം പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പോൾ ഇവിടെ നവീകരണക്കാർ പറയുന്നു, ഇവർക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കത്തില്ല, വിശ്വസിക്കുവാൻ കഴിവില്ല, അപ്പോൾ ഇവർക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ യേശുനാഥൻ പറയുക, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം, ശിശുക്കളെ പോലെ എൻ്റെ അടുക്കൽ വരണം, അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ. അതിനുശേഷം കർത്താവ് ഉടനെ തന്നെ പ്രായമുള്ളവരോടൊരു കാര്യം പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ വീണ്ടും യേശുനാഥൻ പറയുന്നത് എന്താണ്?
സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവന് അതിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ശിശുവിന് ഇതൊന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് നവീകരണക്കാർ പറയുമ്പോൾ യേശുനാഥൻ പറയുകയാണ്, ആ ശിശുവിനെ പോലെ ആയിത്തീർന്നെങ്കിലേ ദൈവരാജ്യം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുനാഥൻ പഠിപ്പിച്ചത് വ്യക്തമായ സൂചനയാണ്, ശിശുക്കൾക്കും ശിശുക്കളെ പോലെ ഉള്ളവർക്കുവാ ദൈവരാജ്യം. അല്ലാതെ ഇന്നത്തെ സമൂഹം ഇങ്ങനെ അവിടെ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് പോലെയല്ല. ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ ശിശുക്കളെ പോലെയും ശിശുവായിട്ടുള്ളവർക്കാണ് പൂർണ്ണമായും അതിനുള്ള അവകാശികളായിരിക്കുന്നത്. അല്ലാതെ ശിശുക്കൾക്ക് രക്ഷയില്ല എന്നുള്ള പഠിപ്പിക്കൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് സത്യം. കർത്താവിൻ്റെ ഉപദേശത്തെ പ്രധാനമായി സ്വീകരിക്കുക. നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് വലുതെന്ന് പറയാൻ വേണ്ടി അവിടെ ഇവിടെയും പലരും പലതും പറയുമായിരിക്കും. പക്ഷേ പാവന സഭയുടെ വിശ്വാസം കർത്താവ് പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സഭയുടെ വിശ്വാസമാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് തന്നെ പറയുന്നു. ഇനിയും ഈ വേദഭാഗ്യത്തിൻ്റെ വാക്യ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കണം. പലപ്പോഴും ഈ വാക്യം എടുത്തിട്ട് അങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ. ഇതിനെ ചരിത്രപരമായി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്നറിയാമോ, ഈ 16-ാം അധ്യായം 16-ാം വാക്യം പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഒന്നുമില്ല. ഈ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ആ ഭാഗം പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എല്ലാ രേഖകളിലും ഉണ്ട്. അവിടെ പഴയ ആ രേഖകളിൽ 8-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവരോട് പ്രഖ്യാപിക്കപ്പെട്ടതൊക്കെയും അവർ ചുരുക്കത്തിൽ പത്രോസിനോടും കൂടെയുള്ളവരോടും അറിയിച്ചു. അതിനുശേഷമാകട്ടെ നിത്യരക്ഷയുടെ പരിശുദ്ധവും നാശമില്ലാത്തതുമായ സുവിശേഷത്തെ അവർ മൂലം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എല്ലായിടത്തും അറിയിപ്പാൻ യേശു തന്നെ കൽപ്പിച്ചയച്ചു. അതിനുശേഷം പിന്നീട് വന്ന ഒരു കൂട്ടിച്ചേർക്കലാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഒന്നും കാണാത്ത, പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ഒരു ചെറിയ വാക്യത്തെ വെച്ചുകൊണ്ടാണ് പാവനസഭയുടെ അല്ലെങ്കിൽ സഭകളുടെ പാവനമായ ഒരു വിശ്വാസം ഇന്ന് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. വിരലെണ്ണാവുന്ന വളരെ ചെറിയ ഗ്രൂപ്പുകാർ ഇതിനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളും അറിയാതെ നമുക്ക് ആഴമായ ഒരു വിശ്വാസമില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം അതാ, ഈ ആശിക്കുന്നതിൻ്റെ ഉറപ്പില്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകുലചിത്തരാകാറുണ്ട്. ഇവിടെ യേശുനാഥൻ പഠിപ്പിച്ചതിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയിരിക്കുക, ശിശുക്കൾക്കും ശിശുക്കളെ പോലെ ഉള്ളവർക്കുമാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശം. ആ കുഞ്ഞിന് അതിൻ്റെ മാതാപിതാക്കളെ അറിയുവാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ രക്ഷിതാവിനെയും അറിയുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും എന്ന് ഓർത്തിരിക്കുക. വീണ്ടും വേദപുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ആദിമസഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ശിശുക്കളെ എടുത്ത് മാമോദിസ മുക്കി എന്ന് പ്രത്യേകമായിട്ടെങ്ങും പറയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അതിന് ഒരു മറു ചോദ്യമായിട്ട് പറയാറുള്ളത്. ഈ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശിശുക്കളുടെ സ്നാനവും മുതിർന്നവരുടെ സ്നാനവും ആദിമസഭയിൽ മുതലേ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. പിന്നെ മുട്ടുചോദ്യമായി മറുചോദ്യമായി മർക്കട മുഷ്ടിയുമായിട്ടൊക്കെ പലർക്കും അതൊന്നും പറയാൻ സാധിച്ചു തോന്നേക്കാം. പക്ഷെ യഥാർത്ഥമായി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം പരിശോധിച്ചാൽ, വേറെ ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട, വേദപുസ്തകം പരിശോധിച്ചാൽ തന്നെ ഇത് വളരെ വ്യക്തമായി കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 5-ാം വാക്യം. അവിടെ പറയുന്നത്, ഇപ്പം പുറജാതികളായിരുന്ന ഒരു കുടുംബം
സഭയിലേക്ക് ചേർന്ന് വരുവാൻ തയ്യാറാകുമ്പോൾ ആദിമസഭ പറഞ്ഞിരുന്നോ, മുതിർന്നവർ ഇപ്പോൾ സ്നാനമേൽക്കട്ടെ, കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കട്ടെ, അവർ വിശ്വാസത്തിൽ വളർന്നു വന്നതിന് ശേഷം മാത്രം നമുക്ക് മാമോദീസ മുക്കാമെന്ന് ആദിമസഭ പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അതിന് ഉത്തരമായിട്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ആ 16-ാം അധ്യായത്തിൽ മുഴുവനായിട്ടുണ്ട്, തിയാറ്റീറക്കാരി ലുദിയയുടെ കുടുംബത്തെക്കുറിച്ച്. അവിടെ വിശ്വാസത്തിലേക്ക് വന്ന ആ കുടുംബം സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. ഈ കുടുംബം എന്ന് പറയുമ്പം ഭർത്താവുമാരി മാത്രമേ ഉള്ളൂ. ഭർത്താവുമാരി മാത്രമുള്ളെങ്കിൽ കുടുംബമാവും. അവിടെ ആ കുടുംബം മാമോദീസ ഏറ്റു എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുടുംബം നമുക്ക് ചിലപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കുടുംബമായിരിക്കും നമ്മുടെയൊക്കെ ഈ മനസ്സിൽ വരുന്നതേ. പക്ഷെ പണ്ടത്തെ കുടുംബം അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നിന്ന് മുതിർന്നവർക്കൊക്കെ അറിയാം, പണ്ടത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. വല്യപ്പനും വല്യമ്മയും മക്കളും അപ്പനും അവരുടെ മക്കളും ഒക്കെ ചേർന്ന വലിയ കൂട്ടുകുടുംബ ജീവിത രീതികൾ. അപ്പോൾ കുടുംബം മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കുടുംബമായി മാമോദീസ സ്വീകരിച്ചു. അല്ലെങ്കിൽ ഈ ലുദിയയുടെ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞേനെ, ലുദിയയും ഭർത്താവും മാമോദീസ സ്വീകരിച്ചു, കുഞ്ഞുങ്ങളെ അവിടെ മാറ്റി നിർത്തിയെന്നോടാരും പറയുന്നില്ല. മറിച്ച് പറയുകയാണ്, അവരുടെ കുടുംബം പൂർണ്ണമായും മാമോദീസ സ്വീകരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആദിമസഭയിലെ അപ്പോസ്തോലിക കാലം മുതൽ തന്നെ ശിശുക്കൾക്ക് മാമോദീസ നൽകുന്ന വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു. ഞാൻ പിന്നീട് അതിലേക്ക് വരാം. 3-4 നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടിൽ വരുന്ന ഒരു ചെറിയ വിഷയത്തിലല്ലാതെ സഭയുടെ ചരിത്രത്തിലെങ്കിലും ഈ 16-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ ഒരു നവീകരണത്തോടു കൂടി മാത്രമാണ്, അന്നുവരെയുള്ള കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെയൊന്നും വലുതായിട്ട് ഈ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. 16-ാം നൂറ്റാണ്ടിന് ശേഷം മരിച്ചൂടെ കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വരാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഒന്നാമതായി ലുദിയയുടെ കുടുംബം. ശിശുസ്നാനത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമുക്ക് ഓർമ്മയും വരണം, ലുദിയയുടെ കുടുംബമായി അവർ മാമോദീസ സ്വീകരിച്ചു. രണ്ടാമതായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഫിലിപ്പിയിലെ കാരാഗൃഹപാലകന്റെ കുടുംബത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ടല്ലേ. പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവരെ പിടിച്ചിട്ടിരുന്നു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. അതിനുശേഷം കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മാമോദീസ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അവരും കുടുംബമായി മാമോദീസ സ്വീകരിച്ചു. അപ്പം അവിടെയൊന്നും പറയുന്നില്ല ശിശുക്കളെ മാറ്റി നിർത്തിയിട്ടാണ് മാമോദീസ നൽകിയതെന്ന്, അവിടെയും എങ്ങും പറയുന്നൊന്നുമില്ല. മറിച്ച് ആ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബം പൂർണ്ണമായും മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുകയാണ്. ഈ നമുക്ക് പ്രധാനമായും ഉള്ള ഈ പുതിയ നിയമ ചിന്താഗതിയിലേക്ക് നമുക്കൊന്ന് വരാം. ഈ പുതിയ നിയമത്തിൽ പ്രധാനമായി മാമോദീസയെക്കുറിച്ച് പറയുമ്പോൾ ഈ പുറജാതികൾ സഭയിലേക്ക് വന്നു, അവരെ മാമോദീസ നൽകിയതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രത്യേകമായിട്ട് ശിശുക്കളെ പ്രത്യേകമായി മാമോദീസ നൽകിയിരുന്നു എന്നൊന്നും അവിടെ പറയേണ്ട ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വെറും മറുചോദ്യമാണ്, മുട്ടുചോദ്യം, ഈ മുട്ടാപ്പോക്ക് ചോദ്യങ്ങളൊക്കെ പറയത്തില്ലേ, എന്നതുപോലുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. എങ്കിൽ തന്നെ നമ്മളിപ്പം അതിനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി പറയേണ്ടതുള്ളത് കൊണ്ട് ആദിമസഭയിൽ പുറജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വ്യക്തികൾ വന്നു, അവരെ കുടുംബമായി മാമോദീസ നൽകിയിരുന്നു. വേദപുസ്തകത്തിൽ ശിശുസ്നാനത്തെക്കുറിച്ച് പറയാത്തതിൻ്റെ കാരണം അതിനെക്കുറിച്ച് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ മാമോദീസ കുടുംബമായി അവർ സ്വീകരിച്ചിരുന്നു. അപ്പം ശിശുസ്നാനം ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? ആദ്യത്തെ തലമുറ വന്നു, അതിനകത്ത് കുടുംബമായി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മുതിർന്നവർ വന്നു, അവർ സഭയിലേക്ക് ചേർന്നു. പിന്നെ രണ്ടാം തലമുറയിലായിരിക്കും ചിലപ്പോൾ ശിശുക്കൾ സഭയിലേക്ക് അംഗമായി വരുന്നത്. അപ്പോൾ വിശ്വാസികളായുടെ മക്കളായി വരുന്ന കുഞ്ഞുങ്ങളെ മാമോദീസ നൽകി സഭയിലേക്ക് സ്വീകരിക്കുന്ന വിശ്വാസ രീതി
ആദിമകാലം മുതലേ സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. വേദപുസ്തകത്തിൻ്റെ എവിടെ പരിശോധിച്ചാൽ, ഏത് മുക്കിലും മൂലയിലും പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. ആദിമസഭയുടെ ചരിത്രത്തിൽ ഇത് കാണുന്നതിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെ ആദിമസഭയിൽ മുക്കിയിരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിലൊക്കെ ആയിരിക്കാം. ആദ്യമേ നദിയിലായിരിക്കും, ഒഴുകുന്ന നദിയിൽ ആദിമസഭയിൽ മാമോദീസ നടത്തിയിരുന്നു. പിന്നീട് കുളങ്ങളിൽ നടത്തിയിരുന്നു. നമുക്കറിയാം, പഴയ പുരാതന പള്ളികളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൽപ്പടവുകളുള്ള കുളങ്ങളുണ്ട്. അവിടെയായിരുന്നു മാമോദീസ നൽകിയിരുന്നത്. പിന്നീടത് മാമോദീസ തൊട്ടിയിൽ നടത്തി. പിന്നീട് എൻ്റെ ആ സഭയുടെ വളർച്ചയ്ക്കനുസരിച്ച് അത് പിന്നെ നദിയിൽ കൊണ്ടുപോയി ഇവരെല്ലാം മുക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ മാമോദീസ തൊട്ടിയിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് തന്നെ ശിശുക്കളെ മാമോദീസ മുക്കുന്ന രീതി. പിന്നീട് അതിനകത്തൊരു സത്യം കൂടി ഉണ്ട്. കാരണം പിന്നീട് അങ്ങനെ അധികമായി മുതിർന്നവർ സഭയിലേക്ക് വരുന്ന രീതി കുറഞ്ഞു വന്നു. അടുത്ത തലമുറയിലുള്ള കുഞ്ഞുങ്ങളെ സഭയിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ശിശുസ്നാനം മാത്രമേ മുതിർന്നവർ അധികം വരാത്തത് കൊണ്ടും മാമോദീസ തൊട്ടിയിൽ വെച്ച് പള്ളിയുടെ സാന്നിധ്യത്തിൽ തന്നെ മാമോദീസ നൽകുന്ന രീതി ആണ് പിന്നീട് സഭയിൽ അനുവർത്തിച്ചു വന്നത്. ഇതാണ് സത്യം. ഇനി നമുക്ക് അടുത്തതായി ഒന്ന് നോക്കേണ്ടുന്നത് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമെങ്കിൽ ഞാൻ ഈ പറയുന്ന വേദവാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എഫേസ്യർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 2-ാം കൊരിന്ത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇവിടെയെല്ലാം ഇതിനെക്കുറിച്ച് ഈ മാമോദീസ സ്വീകരിച്ച വിശുദ്ധരെക്കുറിച്ച് അവിടെ എല്ലാം പറയുന്നുണ്ട്. നമുക്കത് എല്ലാം വായിച്ചു പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് വളരെ ചുരുക്കമായി വേദവാക്യം മാത്രം ഒന്ന് പറയുകയാണ്. പക്ഷെ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതുമ്പം പ്രത്യേകമായിട്ട് പൗലോസ്ലീഹ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവർ. ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവർ. അപ്പം മാമോദീസ സ്വീകരിച്ചവരെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന വാക്കായിരുന്നു വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവർ. ഈ ഒരു അടിസ്ഥാനത്തിൽ വേണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാൻ. അവിടെ എന്നാ പറയുന്നത്? അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയാൽ ശുദ്ധീകൃതനാകുന്നു. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം ശുദ്ധീകൃതനാകുന്നു. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ ശിശുക്കൾ അശുദ്ധരായിത്തീരുമല്ലോ. ഇപ്പോഴോ നിങ്ങളുടെ ശിശുക്കൾ വിശുദ്ധരാകുന്നു. മാമോദീസ ഏറ്റവരെ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ് വിശുദ്ധരാകുവാൻ, പരിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവർ. ഈ പരിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരെ കുറിച്ച് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ശിശുക്കൾ ആരാണ്? ഇപ്പോഴും അവരാരാണ്? വിശുദ്ധരാണ്. ബാല്യം മുതലേ അവർ വിശുദ്ധരാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ഇതിൻ്റെ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്രകാരം ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പൗലോസ്ലീഹ ബാധ്യസ്ഥനായതിൻ്റെ കാരണം, കൊരിന്ത്യയിലെ സഭയിൽ ഒരു ചോദ്യം വന്നു, അവിശ്വാസിക്ക് വിശ്വാസിയുമായ കുടുംബജീവിതം നയിക്കാമോ എന്നൊരു ചോദ്യം. ഇന്നും ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവിടെ പൗലോസ്ലീഹായോട് കൊരിന്ത്യയിലെ ലേഖന ആൾക്കാർ ചോദിച്ചു, അവിശ്വാസിക്ക് വിശ്വാസിയുമായ കുടുംബജീവിതം നയിക്കാമോ? അപ്പം പൗലോസ്ലീഹയുടെ മറുപടി, ക്രിസ്ത്യാനികൾ വിശുദ്ധരാണ്, അവരുടെ കുഞ്ഞുങ്ങളും വിശുദ്ധരാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും വിശ്വാസിയായിരുന്നാൽ ശിശുവിനെ മാമോദീസ നൽകി വിശുദ്ധീകരണത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് ആദിമസഭയിലെ ആ പൗലോസ്ലീഹ കൊരിന്ത്യരോട് പറഞ്ഞ അതേ വിശ്വാസം തന്നെയാണ് ഇന്ന് സഭ തുടരുന്നത്. അവിശ്വാസിനിയായ ഭാര്യ വിശ്വാസിനിയായ ഭർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യയാൽ വിശുദ്ധീകരിക്കപ്പെടും. ഒരാളെങ്കിലും സഭയിലെ അംഗങ്ങളാണ് എങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരണത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ട് സാധിക്കും, മാമോദീസയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ആദിമസഭയിലെ വിശ്വാസമാണ്. 16-ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി ഇങ്ങനെ ഇളക്കം
തട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴക്കുറവാണ്. പരിമല തിരുമേനി പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് വളരെ ഇതായിട്ട് തോന്നാറുണ്ട്. നമ്മളെക്കുറിച്ചൊക്കെ പറയുന്ന ഇളക്കം തട്ടി പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും എവിടെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എന്താ ഒരു ചഞ്ചലചിത്തരാകുന്നൊരു അനുഭവം. ഇത് ഇന്നുകൊണ്ട് തിരുമേനിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തിരുമേനി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. വിശ്വാസത്തിൽ ഉറച്ചവരായി തീരുക ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. കണ്ടതിനെയെല്ലാം അല്ലല്ലോ വിശ്വസിക്കുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതിനെയെല്ലാം കണ്ടറിഞ്ഞിട്ട് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. ദൈവിക രഹസ്യങ്ങളാണ്, ദൈവിക മർമ്മങ്ങളെക്കുറിച്ച് അറിയുവാൻ എല്ലാം ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷെ അത് വിശ്വാസത്തിലൂടെ മനസ്സിലാക്കി അതിലൂടെ ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ്. ഇതാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്ന പാഠങ്ങൾ. ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ളത് പൗലോസ് ശ്ലീഹയോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരൊക്കെയും എന്താ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നുള്ളതാണ്. ഞാൻ ഇച്ചിരി വേഗമായിട്ട് പോകുക, കാരണം ഇത് നമുക്ക് സമയം ചുരുക്കത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലന്മാർ എന്താ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചതെന്ന് നമുക്ക് അടുത്തായിട്ടൊന്ന് ചിന്തിക്കാം. പ്രധാനമായിട്ട് നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഈ വേദപുസ്തകം തന്നെ എല്ലാത്തിനും ആധാരമായി കഴിഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതോ കാര്യങ്ങൾ മുഴുവനൊന്നും വേദപുസ്തകത്തിലില്ല. വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനൊന്നും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. എന്തായിരുന്നു ചരിത്രത്തിലുണ്ടായ സംഭവം? കർത്താവിൻ്റെ കാലഘട്ടത്തിന് ശേഷം അപ്പോസ്തലന്മാർ വിശ്വാസത്തെ സഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തീരാറായപ്പോൾ തങ്ങളുടെ ഓർമ്മയിലിരുന്ന കാര്യങ്ങൾ അവർ സഭയിൽ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഇതിലെല്ലാ കാര്യങ്ങളും ആദിമസഭയിൽ നിലനിന്നിരുന്ന എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പൂർണ്ണമായി എഴുതപ്പെട്ടിട്ടില്ല. വേദപുസ്തകത്തിൽ എത്രയോ ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബുക്കൊന്നും പോരാ എന്ന് അവിടെ വ്യക്തമായിട്ട് സുവിശേഷകൻ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മളങ്ങ് മറക്കും. എന്നിട്ട് ഈ അതിലെ ചെറിയ ചെറിയ വാക്കുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ വിശ്വാസ പ്രശ്നങ്ങളിലേക്ക് പോകാറുള്ളത്. നമ്മൾ ആദ്യം ഓർത്തിരിക്കുക, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ ആദ്യം ഓർത്തിരിക്കേണ്ടത് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, ഞങ്ങളോട് കണ്ടും കേട്ടും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എഴുതി വെച്ചത് മാത്രമല്ല. അപ്പോൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും വേദപുസ്തകത്തിലില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപ്പോസ്തലിക കാലഘട്ടങ്ങളിലുള്ള സഭയുടെ ക്രമീകരണങ്ങൾ അതും വേദപുസ്തകത്തിലൊന്നും വന്നിട്ടില്ല. ആദിമസഭയിൽ തന്നെ കർത്താവിൻ്റെ കാലത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും സഭയിൽ ഒരു ക്രമീകരണമൊക്കെ വന്നു. വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിലും പൂർണ്ണമായ അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. മൂന്നാമതോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം മുഴുവനായിട്ടും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വന്ന ആരും തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല. ഇതൊരു സത്യമാണ്. എന്നാൽ പിന്നീട് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ശിഷ്യനായ മാർ ക്ലിമീസ് എന്നൊരു പിതാവ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആരാണ്? പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശിഷ്യനായ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏകദേശം AD 215 എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. AD 215 ജീവിച്ചിരുന്ന ഒരു പിതാവാണ് മാർ ക്ലിമീസ് എന്നൊരു പിതാവ്. അദ്ദേഹം അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇത് വേദപുസ്തകത്തെ പോലെ തന്നെ ആദിമസഭ ബഹുമാനിച്ചിരുന്നു. ആ വേദപുസ്തക ചിന്തകൾ പോലെ തന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെയും ആദിമസഭ വളരെയധികം ആദരിച്ചിരുന്നു. ഈ പുസ്തകം പിന്നീട് ഹിപ്പോലിറ്റസ് എന്ന ഒരു പിതാവ് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ആദിമസഭയിൽ എന്തായിരുന്നു നിലനിന്നിരുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ, ഈ പുസ്തകം ലഭ്യമാണ് കേട്ടോ. ഇതിൻ്റെ 4-5 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് കേട്ടോ. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: അവർ ചെറിയ കുട്ടികളെ ആദ്യം മാമോദീസ മുക്കട്ടെ. എന്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം? ഹിപ്പോലിറ്റസ്, അതായത് ആദ്യം മാർ ക്ലിമീസ് എഴുതി, അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഹിപ്പോലിറ്റസ് അത് എഴുതി പുനഃപ്രസിദ്ധീകരണം ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നതാണ്, അവർ ആദ്യം ആ ചെറിയ കുട്ടികളെ ആദ്യം മാമോദീസ മുക്കട്ടെ. അവർക്ക് മറുപടി പറയുവാൻ പ്രായമുണ്ടെങ്കിൽ അവർ തന്നെ പറയട്ടെ, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ
കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ മറുപടി പറയട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ? AD 215 അടുത്തെഴുതിയ ഒരു രേഖയിലാണെന്ന് ഓർക്കണം. പറയുകയാണ്, ഒരു ചെറിയ കുട്ടികളെ ആദ്യം മാമോദിസ മുക്കട്ടെ, അവർക്ക് മറുപടി പറയുവാൻ പ്രായമുണ്ടെങ്കിൽ അവർ തന്നെ പറയട്ടെ, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ മറുപടി പറയട്ടെ. അതിനുശേഷം പ്രായപൂർത്തിയായ പുരുഷന്മാരെ മാമോദിസ മുക്കുക. മൂന്നാമതായി പ്രായപൂർത്തിയായ സ്ത്രീകളെ അവരുടെ തലമുടി അഴിച്ചിട്ട് ആഭരണങ്ങൾ ഊരിവെച്ചതിന് ശേഷം അവരെ മാമോദിസ മുക്കുക. മനസ്സിലായോ? ആദിമസഭയിൽ ഇപ്രകാരം നമ്മൾ ചിന്തിക്കണം. ഇത് പറയുന്നതിന് കാരണം ഓർക്കണം, ആദിമസഭയിൽ ഇന്നത്തെ പോലെ നമ്മളിപ്പം ഇവിടെ കുർബാനയുള്ള ദിവസം എല്ലാം മാമോദിസയുണ്ട്. ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നില്ല. പെസഹാ ദിനത്തിലായിരുന്നു ആദിമസഭയിൽ കുറേ കാലഘട്ടത്തോളവും മാമോദിസ നൽകിയിരുന്നത്. അതിനുശേഷം പിന്നെ ഉയർപ്പിൻ്റെ ദിവസങ്ങളിൽ, നിങ്ങളിപ്പം നമ്മൾ ഉയർപ്പം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, നമുക്കറിയാം. ദിവസം നമ്മൾ ഈ ഉയർപ്പിന് ശേഷമുള്ള പുതുഞാറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എന്താ പേര് പറയുന്നത് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കും? നിങ്ങളാരും ഒന്നും പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഹേവോറോ ദിനങ്ങളെന്ന് പറയും അല്ലേ? നമ്മൾ വേദപുസ്തക കുറിപ്പൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ട് ഹേവോറോ ദിനങ്ങൾ, ഹേവോറോ തിങ്കളാഴ്ച, ഹേവോറോ ചൊവ്വാഴ്ച, ഹേവോറോ ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കാണുന്നുണ്ട്. എന്താ ഹേവോറോ? വെളുത്തത്. എന്താ വെളുത്തതെന്ന് പറയുന്നത്? ഈ ഉയർപ്പിൻ്റെ ദിവസം ആദിമസഭയിൽ അന്നുവരെയും ഉണ്ടായിരുന്ന വിശ്വാസം പഠിച്ചിരുന്നവർ, വിശ്വാസികളാകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നവർ ഉയർപ്പ് നാളിൽ മാമോദീസ സ്വീകരിക്കും. അതിനുശേഷം ഒരാഴ്ചക്കാലം അവർ വെള്ള വസ്ത്രം ധരിച്ച്, മഹത്വത്തിൻ്റെ വസ്ത്രം, പർദീസയിൽ ആദാം നഷ്ടമാക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ വസ്ത്രം അവർ ധരിച്ച്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ആഴ്ചയിൽ ആരാധനയെ സംബന്ധിക്കുമായിരുന്നു. അതാ ഹേവോറോ ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദിമസഭയിൽ അപ്രകാരം ശിശുക്കളെയും മുതിർന്നവരെയും എല്ലാം മാമോദീസ നൽകി. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ പെസഹായുടെ സമയത്തായിരുന്നു. പിന്നീട് അത് ഉയർപ്പിന് ശേഷം, ഉയർപ്പിൻ്റെ ദിവസങ്ങളിൽ ഈ ആദിമസഭയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തന്നെ മാമോദീസ നൽകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദിമസഭയിൽ AD 215 എഴുതപ്പെട്ട രേഖയിലാണ് ഇത് പറയുന്നത്. ആദ്യം കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കട്ടെ, അതിനുശേഷം മുതിർന്നവരെ മാമോദീസ മുക്കട്ടെ. അപ്പം 3-ാം നൂറ്റാണ്ടിൽ തന്നെ ശിശുസ്നാനം, 3-ാം നൂറ്റാണ്ടിലല്ല, ആദിമസഭ മുതലേ ശിശുസ്നാനം നിലനിന്നിരുന്നു. ഇതൊക്കെ ചരിത്രപരമായി ലഭ്യമാകുമ്പോഴും ഇന്നും അവിടെ ഇവിടെയൊക്കെ പറയുകയാണ് അത് മഹാപാപമാണ്, അതൊരിക്കലും ചെയ്യരുത് എന്ന്. ഈ മഹാപാപമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിശ്വാസ കുടുംബത്തിൽ ജനിച്ചേർന്നവർ നമുക്കും ചിലപ്പം പരമ തിരുമേനി പറഞ്ഞ പോലെ ഇളക്കം തട്ടും. അയ്യോ, അത് ശരിയാണോ? കുഞ്ഞിന് വല്ല ബോധമുണ്ടോ? ഈ കുഞ്ഞിന് കുർബാന കൊടുത്താൽ അത് വലിയ പ്രശ്നമല്ലേ? അതിനറിയാമോ കുർബാനയാണെന്ന്? എൻ്റെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, നിങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ കുഞ്ഞിനാണോ വിശ്വാസം? കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കാണോ? കുഞ്ഞിൻ്റെ വിശ്വാസം ആരോടാണ്? കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളോടാ. നമ്മൾ ബാല്യം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ആഹാരം കൊടുക്കാറുണ്ട്? അവൻ്റെ ശരീര വളർച്ചയ്ക്കല്ലേ, അവരുടെ ശരീരയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടത് എന്തെല്ലാം ആഹാരം നാം കൊടുക്കാറുണ്ട്? കുർബാന കൊടുക്കുമ്പോൾ പാവമാന്ന് പറയുന്നവരോട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മുലപ്പാൽ കൊടുക്കും, ഇച്ചിരിയുടെ പ്രായമായപ്പോഴും ചോറ് നല്ലപോലെ തിരുമ്മി കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും. പിന്നീട് ആഹാരങ്ങളെല്ലാം കൊടുത്തു തുടങ്ങും. ഇത് ഓരോന്നും കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനോട് പറയാറുണ്ട്, എൻ്റെ മോനെ മോളെ, ഇത് ചോറാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ച് നിനക്ക് കിട്ടും, അതുകൊണ്ട് നിൻ്റെ ശരീരമൊക്കെ പുഷ്ടിപ്പെടും. നമ്മൾ പറയാറില്ല. പാല് കൊടുക്കുമ്പോഴും അല്ലെ മറ്റാഹാരം കൊടുക്കുമ്പോഴും നമ്മളൊന്നും കുഞ്ഞുങ്ങളോട് പറയാറില്ല. അവൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, ദൈവം തന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഈ ഭൗതികമായ ആഹാരം ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതേ രീതി തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായ ഈ കുഞ്ഞിന് ആത്മീക വളർച്ചയ്ക്ക് കർത്താവിൻ്റെ ശരീരവും രക്തവും ആവശ്യമാണെന്ന് മാതാപിതാക്കൾക്കറിയാം. അവനല്ലെങ്കിൽ അവൾ പ്രായപൂർത്തിയാകുന്നത് വരെ, അവർക്ക് മനസ്സിലാകുന്ന കാലഘട്ടം വരെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ, കുറച്ച് പ്രായമാകുമ്പോൾ കുഞ്ഞ് പറയും എനിക്ക് ഇനി ആഹാരം വേണമെന്ന് പറയും. അതുവരെ നമ്മൾ കൊടുക്കുന്നതാണ് കഴിക്കുന്നത്. എന്നതുപോലെ തന്നെ ബാല്യം മുതലേ ആ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ശരീരവും രക്തവും കൊടുത്ത് ആത്മീകമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അവിടെ ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ മാമോദീസയുടെ ആദിമ കാലഘട്ടം മുതൽ AD 3-ാം നൂറ്റാണ്ടിലെ ചരിത്രമായി ഇപ്പോൾ പറയാം, 215 3-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ ശിശുസ്നാനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ മാമോദീസയുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ഈ 3-ാം നൂറ്റാണ്ടിലൊക്കെയും ശിശുസ്നാനം നിലവിലെന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്താ ഈ മാമോദിസയുടെ പശ്ചാത്തലം? യഹൂദ പാരമ്പര്യത്തിലൊന്നും മാമോദിസയെക്കുറിച്ചൊന്നും കാണാനില്ല, പഴയ നിയമത്തിലും കാണാനില്ല. അങ്ങനെ ഒരു രീതി യഹൂദ പശ്ചാത്തലത്തിൽ ഇല്ല. അവരുടെ പ്രധാനമായി അവർ ചെയ്തിരുന്നത് എന്താണ്? 8-ാം ദിനത്തിൽ ചേലാകർമ്മം, അതായിരുന്നു അവരുടെ സഭയിലെ അംഗത്വത്തിനുള്ള പ്രധാന മാർഗമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്തിൻ്റെ മുന്നായിട്ട് തന്നെ പല ചരിത്ര രേഖകളും നമുക്ക് ലഭ്യമാണ്. പ്രധാനമായിട്ടും ഫൈലോയുടെയും ജോസീഫസിൻ്റെയും ഒക്കെ രേഖകളൊക്കെ ഉണ്ട്. അവിടുന്നും പുറജാതിക്കാരെ മാമോദീസ നൽകി സഭയിലേക്ക് ചേർത്തുന്നതായിട്ട് കാണുന്നില്ല. കർത്താവിൻ്റെ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള കാര്യം പറയുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ മാമോദീസ എന്നുള്ളത് പ്രധാനമായിട്ട് കാണുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് അല്പം മുമ്പായിട്ട് ചില രേഖകളിൽ, ചില കൃതികളിൽ, യഹൂദ കൃതികളിൽ മാമോദീസ എന്നുള്ളത് ഒരു നടപടിയായിട്ട് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അവിടെ പറയുന്നതാണ്, ഒരു പുറജാതിക്കാരൻ യഹൂദനാകുമ്പോൾ അവനെ ചേലാകർമ്മം ചെയ്തിട്ട് 7 ദിവസം കഴിയുമ്പോൾ മാമോദീസ ഏൽക്കണമെന്ന് ഹില്ലേൽ, അദ്ദേഹം ഒരു പഴയ സ്കോളറാണ്, ചരിത്ര പണ്ഡിതനാണ്, ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഗുരുവിൻ്റെ പഠിപ്പിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു പുറജാതിക്കാരൻ യഹൂദനാകുമ്പോൾ അവനെ ആദ്യം ചേലാകർമ്മം ചെയ്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് അവനെ മാമോദീസ മുക്കി സഭയിലെ അംഗമാക്കണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ കാരണം പറയുന്നത്, ഈ ബാപ്റ്റോ അല്ലെങ്കിൽ ബാപ്റ്റിസോ, ഈ ഗ്രീക്ക് വാക്കുകൾ ഈ വന്നത് യവന ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദന്മാരിൽ നിന്നാണ്. ഇപ്പം നമ്മളിന്ന് ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ ബാപ്റ്റിസോ ഈ വാക്കുകൾ കടന്നു വന്ന ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന്. അപ്പം ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് അല്പം മുമ്പായി, അതിനു മുമ്പായിട്ടുള്ള ചരിത്രത്തിൽ പഴയ നിയമത്തിലൊന്നും നമ്മൾ കാണുന്നില്ല, യഹൂദന്മാരുടെ അങ്ങ് മാമോദീസ എന്നുള്ള കാണുന്നില്ല. എന്നാൽ പിന്നീട് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിനടുത്ത്, ക്രിസ്തുവിൻ്റെ തൊട്ടു മുമ്പായുള്ള കാലഘട്ടങ്ങളിൽ ഇപ്രകാരം യഹൂദ കൃതികൾ, പ്രധാനമായിട്ടും ഹില്ലേലിൻ്റെ കൃതികളിലായത് കാണുന്നത്, മാമോദീസ ഈ പുറജാതിക്കാരനായ ഒരു യഹൂദൻ യഹൂദ സഭയിലേക്ക് വന്നാൽ അവനെ ആദ്യമേ ചേലാകർമ്മം ചെയ്യണം. അത് യഹൂദന്മാരുടെ നിയമമാണ്. ചേലാകർമ്മം ചെയ്തതിന് ശേഷം 7-ാം ദിവസം അവനെ മാമോദീസ നൽകി സഭയിലേക്ക് ചേർക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇന്ന് ഇതിനോടൊപ്പം തന്നെ ചാവുകടലിനടുത്തുള്ള, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, കുമ്രാൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. ഈ കുമ്രാൻ കമ്മ്യൂണിറ്റികളിൽ അതിലെ അംഗങ്ങളായി ചേർക്കുന്നവർക്ക് മാമോദീസ നൽകുക, ഒരു പ്രത്യേക മാമോദീസ പോലെയുള്ള ഒരു ശുശ്രൂഷ നടത്തിയ അവരവരുടെ സഭയിലെ അംഗങ്ങളാണ്. നിങ്ങളത് ഹോളി ലാൻഡിൽ പോയിട്ടുള്ളത്, വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുള്ളവർ അവർ ഈ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകും. കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കുളങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും, ഇവിടെയായിരുന്നു ഈ കുമ്രാൻ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗങ്ങളാകുന്നവരെ മാമോദീസ നൽകി സഭയിലേക്ക് ചേർത്തിരുന്നാലേ അംഗങ്ങൾ ആ കുമ്രാൻ സമൂഹത്തിലേക്ക് ചേർത്തതിനായി അവരവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചരിത്രപരമായി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പതിവിൽ നിന്നായിരിക്കാം ക്രിസ്തീയ മാമോദീസയുടെ ഉത്ഭവം എന്നല്ല, ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഉത്ഭവം നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പുറജാതിക്കാരുടെ ആരെങ്കിലും മാമോദീസ സഭയിലെ അംഗങ്ങളായി തീരുമ്പോൾ അവിടെയും കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കണമെന്ന്. കാരണം അവിടുത്തെ ലേഖകളിൽ കാണുന്നുണ്ട്, പുറജാതിക്കാരുടെ കുഞ്ഞിനെ അനാഥരായി കണ്ടുകിട്ടിയാൽ പോലും മാമോദീസ ഉടനെ കൊടുക്കണമെന്ന് നിയമം എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ആരുമില്ല, അനാഥരായി കിട്ടിയാൽ പോലും അവരെ മാമോദീസ നൽകണമെന്നുള്ള രേഖ പഴയ നിയമം. അന്നും ശിശുക്കൾക്ക് സ്നാനം നൽകുന്ന രീതികൾ നിലനിന്നിരുന്നു. അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന പോലുമില്ല ശിശുക്കളുടെ മാതാപിതാക്കൾ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കണമെന്ന് പോലും പറയുന്നില്ല. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അനാഥരായ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ മാമോദീസ നൽകണം. പക്ഷെ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ആദ്യമേ ചേലാകർമ്മം ചെയ്യണം. ആൺകുട്ടിക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം, ആൺകുട്ടിക്ക് ആദ്യം ചേലാകർമ്മം ചെയ്യണം, പിന്നീട് ആൺകുട്ടിക്ക് മാമോദീസ നൽകണം. പെൺകുട്ടിക്ക് സ്നാനം മാത്രം അല്ലെങ്കിൽ മാമോദീസ മാത്രം നൽകിയാൽ മതി എന്ന് അവിടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് എൻ്റെ ചരിത്രം. ഇനി ഈ സ്നാനം എന്നാണ്, ചേലാകർമ്മം എന്താണ്? നമുക്ക് ദൈവശാസ്ത്രപരമായിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം,
യഹൂദന്മാരുടെ ചേലാകർമ്മത്തിൻ്റെ സ്ഥാനത്താണ് ക്രിസ്ത്യാനികളുടെ സ്നാനം എന്നുള്ളത്. യഹൂദന്മാർ സഭയിലെ അംഗമാകുന്നതിന് ഏർപ്പെടുത്തിയിരുന്നൊരു ക്രമീകരണമാണ് ചേലാകർമ്മം. അത് തന്നെയാണ് അതിൻ്റെ ക്രിസ്തീയമായ വശമാണ്, അല്ലെങ്കിൽ ക്രിസ്തീയമായ രീതിയാണ് സ്നാനമെന്ന് നമുക്ക് പറയാൻ കൊണ്ട് സാധിക്കും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന എന്നോടൊരു വാക്യം പറയുന്നുണ്ട്. പക്ഷേ വേദപുസ്തക പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗ്രീക്കൊക്കെ അറിയാവുന്നവർ, ഗ്രീക്ക് പഠിച്ചുള്ളവർ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന എന്നുള്ളതല്ല, ക്രിസ്തീയ പരിച്ഛേദന. ഒരു വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ക്രിസ്തീയ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ മാമോദീസ എന്ന് തന്നെയാണ് അവിടെ വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയല്ല, ക്രിസ്തീയ പരിച്ഛേദന എന്ന് അതിവിടെ വ്യക്തമായും ക്രിസ്തീയ മാമോദീസയെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജഡശരീരം മുരിഞ്ഞു കളയുന്നത് യേശുദമ്പുരാൻ ജനിച്ച് 8-ാം നാളിലുള്ള പരിച്ഛേദനയാലല്ല, പ്രസ്തുത ക്രിസ്തീയ പരിച്ഛേദന എന്ന വിളിക്കാവുന്ന മാമോദീസ മൂലമാണ്. ഇത് പലപ്പോഴും ഈ നവീകരണക്കാർ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ക്രിസ്തീയ പരിച്ഛേദനയാണ് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടുന്നത് യേശുനാഥൻ 8-ാം നാളിലേറ്റ ക്രിസ്തീയ പരിച്ഛേദനയല്ല ഈ മാമോദീസ, മറിച്ച് ക്രിസ്തീയ പരിച്ഛേദന എന്ന് വിളിക്കാവുന്ന മാമോദീസ. അതാണ് ക്രിസ്തീയ സഭയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. 11-ആയതുകൊണ്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുക. ഇവിടെ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടുവാൻ സാധിക്കും? ഇത് വലിയൊരു ചോദ്യമാണ്. സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുമോ? സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 2-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. എന്താ അവിടെ പറയുന്നത്? തളർവാദ രോഗിയെ 4 ആൾ ചേർന്ന് എടുത്തുകൊണ്ട് വന്നൊരു സംഭവമാണ് പറയുന്നല്ലേ. അവിടെ തളർവാദ രോഗിയോട് അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കറിയാം. അവരെ യേശു ഒരു തളർവാദി എടുത്തുകൊണ്ട് വന്നു, ചുമന്നുകൊണ്ട് വന്നു. വാതൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ അങ്ങ് സ്ഥലമില്ല, വീടിൻ്റെ മോള് പൊളിച്ചു, യേശുമ്പരൻ ഇടിഞ്ഞിടത്ത് കൊണ്ടുവന്ന് അവരെ ഇറക്കി വെച്ചു. പക്ഷെ അവിടെ പറയുന്ന 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആരുടെ? തളർവാദ രോഗിയുടെയാണോ? അല്ല, തളർവാദ രോഗിയുടെ അല്ല. ആരുടെയാണ്? എടുത്തുകൊണ്ട് വന്നവരുടെ ആ 4 ആളുകൾ. അവരാ യേശുവിനെ തളർവാദ രോഗി എടുത്തുകൊണ്ട് വന്നേ. ആ അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ യേശുമ്പരൻ മകനോട് തളർവാദ രോഗിയോട് പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കും. ഇവർ തളർവാദ രോഗിയുടെ വിശ്വാസമായിരുന്നില്ല. വിശ്വാസം ഉണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ അവിടെ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ 4 ആൾ ചേർന്ന് എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവൻ്റെ പാപങ്ങളെ മോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തളർവാദ രോഗിയുടെ രോഗം മോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, നമ്മൾ വേദപുസ്തകപരമായി തന്നെ നമുക്ക് കേൾക്കാമെന്ന് കരുതിയ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശതാധിപന്റെ ഭൃത്യൻ സൗഖ്യമാകുന്നുണ്ട്. 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ ശതാധിപന്റെ വിശ്വാസം കൊണ്ടാണോ ഭൃത്യന്റെ വിശ്വാസം കൊണ്ടാണോ ആ ഭൃത്യൻ സൗഖ്യമായത്? ഭൃത്യന്റെ വിശ്വാസം കൊണ്ടല്ല. ആരുടെയാ? ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ടാ ഭൃത്യന്റെ സൗഖ്യമാകുന്നത്. അവിടെയും സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടുമോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യേസ്, രക്ഷിക്കപ്പെടും. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആഴമായ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് സ്വീകരിക്കപ്പെടും എന്ന് തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇനി വീണ്ടും പറയുകയാണ്, അത് അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. ഈ തളർവാദ രോഗിയുടെയും ശതാധിപന്റെ ഭൃത്യൻ്റെയും ഒക്കെ സംഭവം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടും വേദപുസ്തകം പറയുന്നുണ്ട് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഇനിയും ഈ രക്ഷയെന്ന് പറയുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ളതാണോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമ്മൾ പല ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യുക. അടുത്തൊരു ചോദ്യം വരുന്നത്, ഈ ദൈവത്തിൻ്റെ രക്ഷയെന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് മാത്രമാണോ?
നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറയുന്നു. ഇവിടെ മലയാള പരിഭാഷയിൽ ഒരു സ്വല്പം പ്രശ്നം വരുത്തിയിട്ടുണ്ട്. ഈ ടെക്കന ഗ്രീക്ക് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. ടെക്കന എന്ന വാക്കാണ് എൻ്റെ റൂട്ട് വേർഡ്. എൻ്റെ എൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വേദപുസ്തകത്തിൽ പറയുന്നത് ടെക്കന എന്ന് പറഞ്ഞു. ഇവിടെ ഈ മലയാള പരിഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളതിന് പകരം മക്കളെന്നാക്കി. പക്ഷെ യഥാർത്ഥമായി ടെക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെന്ന് തന്നെ. അപ്പോൾ വാഗ്ദത്വം ആർക്കൊക്കെയാണ്? നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും. പ്രായപൂർത്തിയാർക്ക് മാത്രമല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്തേക്കണം, അങ്ങ് നിരസിച്ചേക്കണം. നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും വാദിക്കാനൊന്നും പോയില്ലെങ്കിൽ പോലും ആരെങ്കിലും പറയുന്നതും കേട്ടത് നമ്മുടെ വിശ്വാസത്തിൽ ഇളക്കം തട്ടുന്ന രീതിയിലേക്ക് മാറരുത്. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും അല്പമൊന്ന് ചരിത്രം കൂടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയുടെ ചരിത്രത്തിൽ, പാരമ്പര്യത്തിൽ നമ്മൾ എന്താ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളതാണ്. ഈ പണ്ട് ആദിമസഭയിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അടക്കിയിരിക്കുന്ന കല്ലറകളൊക്കെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും ഉള്ള ഇത് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ബാല്യത്തിലെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ഖബറുകൾ ഇന്നും രേഖകളായി നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ 3-ാം ശതാബ്ദത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ ചില ശവക്കല്ലറകളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ മാമോദിസയേറ്റവരാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ കല്ലറയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഞാൻ ഒന്ന് വായിക്കാം. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസിയായ സോസിമസ് എന്ന ഞാൻ 2 വയസ്സും 1 മാസവും 25 ദിവസവും പ്രായമായി ഇവിടെ വിശ്രമിക്കുന്നു. ഇത് AD 200-നോടടുത്ത് എഴുതിയിരിക്കുന്ന ഒരു ലിഖിതമാണ്. ഒരു കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്: വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസി. അതായത് ബാല്യത്തിലെ മാതാപിതാക്കൾ സഭയിൽ ചേർന്നു, അവരുടെ കുഞ്ഞായി ജനിച്ചു, വിശ്വാസിയായി സഭയിലെ അംഗമായി മാമോദീസ സ്വീകരിച്ച ആ കുഞ്ഞിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനിവിടെ വിശ്രമിക്കുകയാണ്. ഇനി രണ്ടാമതായി പൊളിക്കർപ്പോസ് എന്നൊരു പിതാവുണ്ട്. സഭയിലെ തിരുമേനിമാരുടെ പേരുകളൊക്കെ ആ പിതാക്കന്മാരുടെ പേരുകളാണ് നമ്മൾ പിന്നീട് ഈ പിതാക്കന്മാർക്കൊക്കെ എടുക്കുന്നത്. ഈ പൊളിക്കർപ്പോസ് എന്ന പിതാവ് സഹത ആയ ഒരു പിതാവാണ്. അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അതായത് ധാരാളമായ പീഡനങ്ങളുടെ നടുവിലൂടെ അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്: 86 വർഷമായി ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുന്നു, ഇന്നു വരെയും അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ രക്ഷകനെതിരായി ദൈവദൂഷണം പറയും? 86 വർഷമായി ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുന്നു, ഇന്നു വരെയും എൻ്റെ രക്ഷകൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിനെതിരായി, എൻ്റെ രക്ഷകനെതിരായി ദൂഷണം പറയും? അന്നത്തെ സമൂഹ അധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയത്തില്ല, കാരണം ഞാൻ 86 വർഷമായി എൻ്റെ കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയാണ്. ചരിത്രം പറയുന്നത് അദ്ദേഹം മരിച്ചത് ഏകദേശം 167 168 ആണെന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ 167 168 മരിച്ച വ്യക്തി ജനിച്ചത് ഏകദേശം എന്തായിരിക്കും? 86 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം 80 അടുത്തായിരിക്കാം. അപ്പോൾ അന്ന് 86 വർഷം മുന്നേ മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗമായി സഭയിൽ വളർന്ന പിതാവ് പറയുകയാണ്, 86 വർഷമായി എൻ്റെ കർത്താവിനെ സേവിക്കുക. ഇത് ചരിത്രത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ നിരിച്ച പല പരിശുദ്ധ പിതാക്കന്മാരുടെയും രേഖകളിൽ കാണുന്നുണ്ട്, ഞാൻ ശൈശവം മുതലേ ക്രിസ്ത്യാനിയാകുന്നു എന്ന് അവരുടെ രേഖകളിൽ കാണുന്നുണ്ട്. ഞാൻ ശൈശവം മുതലേ ക്രിസ്ത്യാനിയാകുന്നു.
ഇതൊക്കെ ഈ ചരിത്രത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകളാണ്. ഇതെല്ലാം വേദപുസ്തകപരമായും ചരിത്രപരമായും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിലും എല്ലാം ഇതുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുമ്പോൾ നമുക്ക് അല്പമല്ലാത്ത ഇളക്കം വരുന്നത് കൊണ്ട് സങ്കടത്തോടെ അതിനെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. ഇതാണ് യഥാർത്ഥമായി സഭയുടെ പഠിപ്പിക്കലുകളിൽ അല്ലെങ്കിൽ സഭയുടെ ജീവിതത്തിൽ ആദിമ കാലഘട്ടങ്ങൾ മുതലേ ഈ വിശ്വാസം, ആചാരം അല്ലെങ്കിൽ ശിശുക്കളെ മാമോദീസ നൽകിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി AD 195 അലക്സാൻഡ്രിയയിലെ ക്ലിമീസ് എന്ന് ഒരു പിതാവ് പറയുന്നൊരു വാക്യം നോക്കേട്ടാട്ടെ. വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത കുഞ്ഞുങ്ങൾ. മാമോദീസ സ്വീകരിച്ചവരെ കുറിച്ച് പറയുന്നതാണ്. വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത കുഞ്ഞുങ്ങൾ. AD 195 ഓർക്കണേ. ആദിമസഭയുടെ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ നിന്നും മാമോദീസയിലൂടെ വെള്ളത്തിൽ നിന്നും കോരിയെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണ്. അതുപോലെ ഈ ക്ലിമീസിന്റെ ശിഷ്യനായ ഒറിഗൻ ശിശുക്കളുടെ മാമോദീസയെ കുറിച്ച് പറയുന്ന 2-3 ഭാഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ രേഖകൾ ഇപ്പം നമുക്ക് വളരെ വായിച്ചു നോക്കാൻ സാധിക്കുന്ന രേഖകളുണ്ട്. അവിടെ ഈ ഒറിഗന്റെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ സുവിശേഷ വ്യാഖ്യാനം. ഈ ഒറിഗന്റെ ഒറിജിൻ എന്നാ പറയാറുള്ളത്. ഒറിജിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. അവിടെ ആ വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു വാക്യം ഇതാണ്: അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും മാമോദീസ മുക്കുന്നത്. സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും മാമോദീസ മുക്കുന്നത്. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്ന കാര്യങ്ങളാണ് പറയുന്നത്. വീണ്ടും ലേവ്യ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തെക്കുറിച്ചൊരു വ്യാഖ്യാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കും മാമോദീസ നൽകപ്പെടുന്നു. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം ഒറിജിൻ എഴുതിയതിനകത്ത് പറയുകയാണ്, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കും മാമോദീസ നൽകപ്പെടുന്നു. വീണ്ടും റോമാ ലേഖനത്തിന്റെ 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വ്യാഖ്യാനമുണ്ട്. അവിടെ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഇക്കാരണത്താൽ ശിശുക്കളെയും മാമോദീസ മുക്കുന്ന പാരമ്പര്യം സഭ അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിച്ചു. അദ്ദേഹം ഓരോ ഭാഗത്തും ഓരോ വ്യാഖ്യാനങ്ങൾ എഴുതുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളായി പറയുന്നത്. ഇക്കാരണത്താൽ ശിശുക്കളെയും മാമോദീസ മുക്കുന്ന പാരമ്പര്യം സഭ അപ്പോസ്തലന്മാരിൽ നിന്നും പ്രാപിച്ചു. ഇത് നമ്മൾ ആരും തുടങ്ങി വെച്ചൊന്നുമല്ല. അപ്പോസ്തോലിക പിതാക്കന്മാർ ആദിമകാലം മുതലേ സഭയിൽ ആചരിച്ചു വന്ന വിശ്വാസങ്ങളാണ് നാം പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭ ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നാ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശ്വാസത്തെ, കർത്താവ് പഠിപ്പിച്ച അതിൽ നിന്ന് അപ്പോസ്തലന്മാർ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ അല്പം പോലും മാറ്റമില്ലാതെ പിന്തുടരുന്നവർ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫെയ്ത്ത് ഓർ റൈറ്റ് ഗ്ലോറി, സത്യവിശ്വാസം, യഥാർത്ഥമായ വിശ്വാസം, അതിനെ പിന്തുടരുന്നവരാ ഓർത്തഡോക്സുകാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസം അതാണ്. അപ്പോൾ അന്ന് പഠിപ്പിച്ച ആ പാഠങ്ങൾ, കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാർ പ്രാപിച്ച ആ അപ്പോസ്തോലിക വിശ്വാസം അതേ രീതിയിൽ പിന്തുടരുന്നവർ. പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ക്ലിമീസിന്റെയും ഒറിജിന്റെയും ഒക്കെ ലേഖനങ്ങൾ കാണുന്ന ഇതാണ്. അന്ന് മുതലേ സഭയുടെ പാരമ്പര്യം അനുസരിച്ച്, സഭയുടെ വിശ്വാസം അനുസരിച്ച് കുഞ്ഞുങ്ങളെ മാമോദീസ നൽകിയിരുന്നു. ബാല്യത്തിലേ തന്നെ മാമോദീസ നൽകിയിരുന്നു. 3-ാം നൂറ്റാണ്ടിന് മുമ്പായി തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെയും നമ്മൾ ഇന്നും പിന്തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും സമൂഹ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഞങ്ങളിത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ തുടങ്ങി വെച്ച ഒന്നുമല്ല. ഇത് അപ്പോസ്തലിക പിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസമാണ്. അവർ കൈമാറി തന്ന പാരമ്പര്യങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്.
അതിനെ ഞങ്ങൾ പിന്തുടരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികൾ ഞങ്ങളെ തന്നെ വിളിക്കുന്നതെന്ന് പറയുക. ഇനിയും വീണ്ടും ലേഖനങ്ങളിലൂടെ നമ്മുടെ ചരിത്രത്തിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, പെസഹായുടെ പെരുന്നാളിൽ കോഴി കൂകുന്ന സമയത്ത് മാമോദിസ മുക്കണമെന്നും അത് ഇപ്രകാരമായിരിക്കണമെന്നും പറയുന്ന ഹിപ്പോലിറ്റസിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താ അറിയാമോ? പെസഹായുടെ പെരുന്നാളിൽ കോഴി കൂകുന്ന സമയത്ത് മാമോദിസ മുക്കണമെന്നും അത് ഇപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്യം ഒന്ന് കേട്ടാട്ടെ. അവിടെ പറയുകയാണ്, കോഴി കൂവുന്ന സമയത്ത് വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥന നടത്തപ്പെടട്ടെ. ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദിസ മുക്കണം. തങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ വിശ്വാസം ഏറ്റുപറയാൻ കഴിവുള്ളവർ, പ്രായമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതിനുള്ള പ്രായമില്ലാത്തവർ അവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരോ കുടുംബത്തിൽ ആരെങ്കിലുമോ വിശ്വാസം ഏറ്റു പറയട്ടെ. പെസഹായുടെ സമയത്ത് മാമോദിസ മുക്കേണ്ടത് എങ്ങനെയെന്ന് 3-ാം നൂറ്റാണ്ടിലുള്ളൊരു പിതാവിൻ്റെ രേഖകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. കോഴികുന്ന സമയത്ത് വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥന, നമ്മളിപ്പം നിങ്ങൾ മാമോദിസയെ സംബന്ധിച്ചിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പം വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥനയുണ്ട്. ആ വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥന നടത്തണം. അതിനുശേഷം ആദ്യം മാമോദിസ മുക്കേണ്ടത് ആരെയാണ്? കുഞ്ഞുങ്ങളെ ആദ്യം മാമോദിസ മുക്കണം. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയായി കുഞ്ഞുങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഏറ്റുപറയുവാൻ കഴിവുള്ളവരാണെങ്കിൽ അവരുടെ വിശ്വാസം അവരേറ്റു പറയട്ടെ. അല്ല, അവർക്കതിൻ്റെ കഴിവില്ല എങ്കിൽ അവരുടെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ അവർക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം സത്യമായിട്ടും ഓർത്തിരിക്കേണ്ടുന്നത്, നമുക്ക് ഈ ഒറിജൻ്റെ ലേഖനങ്ങളും ഹിപ്പോലിറ്റസിൻ്റെ ലേഖനങ്ങളും ഒക്കെ പഴയ രേഖകളൊക്കെയും ധാരാളം പിതാക്കന്മാരുടെ എഴുത്തുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയെങ്കിലും ഒരിക്കൽ പോലും ഈ ശിശുസ്നാനത്തെക്കുറിച്ചൊരു സംവാദം പോലും ഉണ്ടായിട്ടില്ല ആദിമ സഭകളിലൊക്കെയും. പിന്നീട് വളരെ ലേറ്റായ ശേഷം ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ പറയാം, വീണ്ടും നമുക്ക് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഐറീനീസിൻ്റെ ഹെറസികൾക്കെതിരെ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്ന ഒരു വാക്യം പ്രകാരമാണ്, അവൻ, അതായത് യേശു, അവനാൽ അവരെല്ലാവരെയും രക്ഷിപ്പാൻ വേണ്ടിയല്ലോ വന്നത്. അവരെല്ലാവരെയും എന്ന് ഞാൻ പറയുന്നത് അവനിൽ കൂടി ദൈവത്തെങ്കിലേക്ക് വീണ്ടും ജനിക്കുന്നവരായ എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. ശിശുക്കൾ, കൊച്ചുകുട്ടികൾ, ബാലന്മാർ, യുവാക്കൾ, പ്രായമായവർ എല്ലാവരും തന്നെ. വിശുദ്ധ അറേനീസ് വളരെ വ്യക്തമായി പറയുകയാണ്, ഇതിലേക്ക് കടന്നു വരാൻ ഇവർക്കെല്ലാം സാധിക്കും. അപ്പോസ്തല പിതാക്കന്മാരുടെ പഠിപ്പിക്കലെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചല്ലോ, പാശ്ചാത്യ രാജ്യങ്ങൾ പലയിടത്തും ധാരാളം കല്ലറകളും ശിലാലിഖിതങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയെല്ലാം ഈ വിശ്വാസത്തെ വളരെ വ്യക്തമായിട്ടും ഉറപ്പിക്കുന്ന രേഖകൾ ലഭ്യമാണ്. വേദപുസ്തകത്തിലുമുണ്ട്, ചരിത്രത്തിലുമുണ്ട്, വിശ്വാസത്തിലും ഇത് വളരെ വ്യക്തമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ ചരിത്രപരമായ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിട്ടുണ്ട്. അതായത് ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ തെർത്തുല്യൻ്റെ കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു ചെറിയ വാദപ്രതിവാദം ഉണ്ടായിട്ട് ചരിത്രത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പക്ഷെ അതിന് വലിയ വിജയമൊന്നും ഉണ്ടായില്ല. പ്രായമായവർ മാമോദിസ മുങ്ങിയാൽ മതി എന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടായി. അത് പക്ഷേ പെട്ടെന്നങ്ങ് അതിന് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ആർക്കും അതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. അതിനൊരു പിന്തുണ ആർക്കും കിട്ടിയില്ല. അത് അന്നോട് തീർന്നു. പക്ഷേ അതുപോലെ തന്നെ ഒരു വിഷയമുണ്ടായത് കുസ്തന്തീനോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കുസ്തന്തീനോസ് രാജാവ്, സ്ലീബ കണ്ടെത്തിയ രാജാവ്, അദ്ദേഹം മാമോദിസ ഏൽക്കുവാൻ മരണം വരെ കാത്തിരുന്നു. ഈ മാമോദിസ ഏൽക്കുവാൻ മരണം വരെ മാമോദിസ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരുന്നു. കാരണം മാമോദിസ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യരുത്, പാപം ചെയ്യാതെ മരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം മരണം വരെയും മാമോദിസ ഏൽക്കാതിരുന്നു. ഇത് പിന്നീട് ചരിത്രത്തിൽ ഒരു ചെറിയ വിഷയമായിട്ട് വന്നു. കാരണം ഈ ഒരു ചിന്താഗതി, അതായത് ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, വിശ്വാസം അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന ആ രീതി അല്ലായിരുന്നു അത്. കാരണം വിശ്വസിക്കാനാണെങ്കിൽ യുവാവായിരുന്നപ്പോഴത്തേക്കും മാമോദിസ സ്വീകരിക്കാമായിരുന്നു. ഇത് അദ്ദേഹം മരിക്കുന്നത് വരെയും മാമോദിസ നീട്ടിവെച്ചു. കാരണം മരിച്ച് മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ പാടില്ല.
അതുകൊണ്ട് അദ്ദേഹം മാമോദിസ നീട്ടിവെച്ചതാണ്. അല്ലാതെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന അർത്ഥത്തിലല്ല, മറിച്ച് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെറ്റ് വരരുതെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം മാമോദിസ നീട്ടിവെച്ചതാണ്. അതിന്റെ കാരണം എന്നാ? മാമോദിസ കഴിഞ്ഞാൽ പിന്നെ പാപമോചനത്തിന് വഴികളൊന്നുമില്ല എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ്. ഇത് പലപ്പോഴും സമൂഹത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ഒരു ചഞ്ചല വിഷയത്തിൽ സ്വല്പം വ്യത്യാസം വരുത്തി. അതുകൊണ്ടെന്താ, ഈ സൗത്ത് ആഫ്രിക്കയിൽ കാർത്തേജിൽ 418 ഒരു സിനഡ് കൂടി. ഇങ്ങനെ ഒരു മനുഷ്യർ 1-2 പേര് ഇങ്ങനെ അവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും AD 418 ഒരു സിനഡ് കൂടിയിട്ട് അവിടെ ഒരു വളരെ കർക്കശമായൊരു തീരുമാനം എടുക്കുക. എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്നറിയാമോ? അത് ഇപ്രകാരമാണ് പറയുന്നത്: പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കരുത് എന്ന് വിലക്കുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കട്ടെ. അവിടെ തന്നെ പറഞ്ഞതാ. അവരിങ്ങനെ ഒരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വ്യക്തമായി പിതാക്കന്മാരെല്ലാവരും കൂടിയിട്ടൊരു തീരുമാനം എടുക്കുക: പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളെ മാമോദീസ മുൽക്കരുത് എന്ന് പറയുന്നവർ ശപിക്കപ്പെടട്ടെ. നമ്മൾ ശാപമൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇത് ദൈവനിഷേധമാണ്, വിശ്വാസത്തിനെതിരാണ്, ക്രിസ്തു പഠിപ്പിച്ചതിനെതിരാണ്. ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബഹളം വെച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ബാല്യത്തിലെ തന്നെ, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞിനെ ബാല്യത്തിലെ തന്നെ ദൈവിക പൈതലായി, ദൈവത്തിൻ്റെ കുഞ്ഞായി, ആത്മീക പൈതലായി അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനുള്ള മാമോദീസ എന്ന കുദാശിലയുടെ അതിനെ വളർത്തുവാൻ തക്കൊണ്ട് സാധിക്കണമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. സ്നാനത്തെ പറ്റിയുള്ളതൊക്കെ നമുക്കറിയാം. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമോദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നതും പുതുജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനമാണ്, ക്രിസ്തുവിങ്കിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണ്, ക്രിസ്തുവിൻ്റെ രാജത്വത്തിലും പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലുമുള്ള പങ്കാളിത്തമാണ്, പാവമോചനം ലഭിക്കുന്നുണ്ട്, വീണ്ടെടുപ്പും പരിശുദ്ധാത്മ നിശ്വസനവും ലഭിക്കുന്നുണ്ട്, ദ്രവത്വമില്ലായ്മയുടെ വസ്ത്രധാരണം ലഭിക്കുന്നുണ്ട്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൻ്റെയും അധീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള വലിയ വലിയ രഹസ്യങ്ങളുടെ വലിയൊരു കുദാശിയാണ് മാമോദീസ. ഈ കുദാശിയിൽ നിന്ന്, ഈ രഹസ്യത്തിൽ നിന്ന്, ഈ വിശുദ്ധിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തണം, അല്ലെ അവർക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വേദവിപരീതമാണ്. ക്രിസ്ത്യ വിശ്വാസത്തിനെതിരാ, ക്രിസ്തു പഠിപ്പിച്ചതിനെതിരാ. നമ്മളൊരു കാര്യം, വേറൊരു കാര്യം ഓർത്തിരിക്കുന്നത്, വിശ്വാസമുള്ളത് കൊണ്ടാ മാമോദീസ കൊടുക്കുന്നത്. അത് മുങ്ങുന്ന ആളുടെ മാത്രം വിശ്വാസം കൊണ്ടല്ല മാമോദീസ കൊടുക്കുന്നത്, സഭയുടെയും കൂടെ വിശ്വാസം കൊണ്ട്. ആരും കൂടെ കയറി വന്നാൽ ഉടനെ മാമോദീസ കൊടുക്കത്തില്ല. വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്കാണ് മാമോദീസ നൽകുന്നത്. അങ്ങനെ മാമോദീസ നൽകുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ ശൈശവത്തിൽ മുങ്ങിയ മാമോദീസ കൊണ്ട് അവർ രക്ഷപ്രാപിക്കുന്നു, സഭ പഠിപ്പിക്കുന്നില്ല. ബാല്യത്തിലെ ഒരു കുഞ്ഞിനെ മാമോദീസയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ അല്പം യൗവനക്കാരനായിക്കപ്പോഴത്തേക്കും അവൻ വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ രക്ഷപ്രാപിക്കുന്നു സഭ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പറയാനും സാധിക്കത്തില്ല. മറിച്ച് മാതാപിതാക്കൾ, സഭ അവന് ബാല്യത്തിലേക്ക് കൊടുക്കേണ്ടുന്ന ദൈവത്തിൻ്റെ ദാനം, ദൈവിക രഹസ്യങ്ങളുടെ അനുഭവത്തിലേക്ക് മാമോദീസയിലൂടെ അവനെ കൊണ്ടുവരുന്ന അനുഭവം, അല്ലെ അവളെ കൊണ്ടുവരുന്ന അനുഭവം. ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താ? ശിശുക്കളെ മാമോദീസ മുക്കുന്നത് സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കൃപകളിലും ദാനങ്ങളിലും അനുഗ്രഹങ്ങളിലും അവരെ പങ്കാളികളാക്കുന്ന അനുഭവമാണ്. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളിലും അനുഗ്രഹങ്ങളിലും കൃപകളിലും അവരെ പങ്കാളികളാക്കുക. അത് അവർക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നത് എന്തൊരു ദോഷമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ദാനങ്ങളിലും അനുഗ്രഹങ്ങളിലും പങ്കാളിയായി തീർന്ന ഒരാൾ പിന്നീട് വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അവിശ്വാസിയേക്കാൾ കൂടുതലായ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. ബാല്യത്തിലെ വിശ്വാസിയായി തീർന്നൊരു വ്യക്തി, മാമോദീസയുടെ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തി
പിന്നീട് വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ, ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചല്ലോ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ദാനമാണ് രക്ഷ. നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവൻ്റെ ബാല്യത്തിലെ മാംസം സ്വീകരിച്ചുകൊണ്ട് അവൻ രക്ഷ പ്രാപിക്കുന്നില്ല. മറിച്ച് വിശ്വാസം അതിൻ്റെ തുടക്കമാണ് മാമോദീസയിലൂടെ പ്രാപിക്കുന്നത്. പിന്നീട് വിശ്വാസ അനുഭവത്തിലൂടെ തന്നെ അവൻ പിന്നീടും അവനല്ലെങ്കിൽ അവൾ പിന്നീടും വളർന്നു വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആരംഭം, ആത്മീക ജീവിതത്തിൻ്റെ ആരംഭമാണ് മാമോദീസയിലൂടെ പ്രാപിക്കുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം ഉണ്ടായി. മാതാപിതാക്കൾ അവരെ വിശ്വാസ വഴിയിലൂടെ നടത്തി. അവർ പ്രായമാകുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി. ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആത്മീക അനുഭവത്തിലൂടെ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി അവർ ദൈവിക കൃപയുടെ അംഗങ്ങളായി, അംശികളായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുവാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ആരെങ്കിലും എവിടെങ്കിലും എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി വേദപുസ്തക അടിസ്ഥാനത്തിലും സഭയുടെ വിശ്വാസത്തിലും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കലും അനുഷ്ഠാനങ്ങളിലും സഭയുടെ പാരമ്പര്യങ്ങളിലും ഇത് വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അതിനനുസരണമായി നമ്മൾ ജീവിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ബാല്യത്തിലെ തന്നെ അവരെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക, ആത്മീക പാതയിലൂടെ നടത്തിക്കൊണ്ടുവരിക. അതിനായി ആണ് മാതാപിതാക്കളെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. സത്യവിശ്വാസമുള്ളവരായി, ഓർത്തഡോക്സ് യഥാർത്ഥ വിശ്വാസം, സത്യവിശ്വാസത്തിൻ്റെ ഉടമകളായി ജീവിപ്പാൻ തക്കോണം നമ്മേവരും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എല്ലാം കൂടെ സമയം 12 മണിയായി കഴിഞ്ഞു. അതിനോട് സമയമില്ല. അതുകൊണ്ട് നമുക്കിനി ഈ സമയം കിട്ടുമ്പോൾ വീണ്ടും അടുത്ത വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വളരെ വ്യക്തമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണമേ എന്ന് പ്രിയ സഹോദരങ്ങളോട് ഓർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാവന സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ട് സഭയുടെ വിശ്വാസമുള്ള, ആഴമുള്ള വിശ്വാസമുള്ള മക്കളായി തീരുവാൻ പരിമല തിരുമേനിയെ പോലെ, പാമ്പാടി തിരുമേനിയെ പോലെ ഈ വിശ്വാസത്തെ ആശ്രയിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായി തീർന്നുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ അനുഗ്രഹകരമായി മുന്നോട്ട് ആചരിക്കുന്നവരായി തീരുവാൻ തക്കോണം ദൈവം വരാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഇപ്രകാരം ഒരു അവസരം നൽകിയ വന്നിയ ഔഗൻ റംബാച്ചൻ, എൻ്റെ സഹപാഠി കൂടിയായ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ പി ഡാനിയലച്ചൻ, മറ്റ് ഈ സെമിനാരിയിലെ എല്ലാ മുഖ്യ പ്രവർത്തകരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കാൻ അവസരം ലഭിച്ചത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ആ പരിശുദ്ധൻ പിതാവിൻ്റെ മധ്യസ്ഥതാ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കോട്ടയായി തീരട്ടെ. ഇവിടെ നിൽക്കുവാൻ ഞാൻ അർഹനല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും ആ പരിശുദ്ധൻ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. വന്നുയർന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിമലത്തിനുവേണ്ട പ്രാർത്ഥന, മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.